30,000 മേലെ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ട്രിവാൻഡ്രം ജില്ലാ കളക്ടർ പോലും റീൽസ് കണ്ടു വന്നു. ഇപ്പോഴും റീൽസ് ട്രെൻഡിങ് ആണ് ട്രിവാൻഡ്രത്ത്. ഇൻസ്റ്റയിലെല്ലാം ആരവത്തിൻ്റെ റീൽസ് നന്നായിട്ട് ഓടുന്നുണ്ട്. മരിയൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നമുക്ക് ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. ഇതിൽ ഒരു 6 ഏക്കറാണ് ഞങ്ങളൊരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ്. പ്രധാന ആകർഷണം സൂര്യകാന്തിയാണ്. ഞങ്ങൾ സൂര്യകാന്തി ഏകദേശം 2.5 ഏക്കറോളം സൂര്യകാന്തി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മേരി ഗോൾഡ്, ചെണ്ടുമല്ലി 3 കളറുണ്ട്. സൊലൂഷൻ എന്ന് പറയും, കോഴിപ്പൂ എന്ന് പറയും. അത് ഞങ്ങൾ 4 കളർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് നമ്മൾ കാര്യം തുന്തരമ്പടി വരുമ്പോൾ നമുക്ക് 3-6 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ട്രിവാൻഡ്രത്തുകാർക്ക്. പക്ഷേ ഇവിടെ നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്. കഴിഞ്ഞ ആരവത്തിന് ഞങ്ങൾ ചെയ്ത സൺഫ്ലവർ സീഡെല്ലാം എടുത്ത് ഞങ്ങൾ ഓയിലാക്കിയിട്ടുണ്ട്. വരുന്ന സമയത്ത് തന്നെ ഓയിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഫ്ലവേഴ്സും ഞങ്ങൾ ഓയിലാക്കുവാണ്. സൂര്യകാന്തി എണ്ണ നമ്മൾ ഇനി സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓയിലായിട്ട് നമ്മൾ സൂര്യകാന്തി എണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം, എൻ്റെ പേര് എസ് വി സുജിത്ത്. 2022 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കർഷകനുള്ള പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നാടൻ അഗ്രോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ബ്രാൻഡുണ്ട്. അപ്പം ഞാൻ കോർപ്പറേറ്റ് മേഖലയിലായിരുന്നു. അപ്പം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ആരവ് എന്ന് പേരിട്ടിരിക്കുന്നത്. കാര്യം മോൻ്റെ പേര് ആരവ് എന്നാണ്. അപ്പം ഏകദേശം 10 വർഷത്തോളം ഞാൻ കാർഷിക മേഖലയിൽ വന്നിട്ട് അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ് ജനങ്ങൾക്ക് വിഷയത്ത് പച്ചക്കറി കൊടുക്കുക. അപ്പോൾ അതോടൊപ്പം അഗ്രിപ്രണേഴ്സിന് നമ്മുടെ കാർഷിക സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം ഈ കഴക്കൂട്ടം കഠിനംകുളം പഞ്ചായത്തിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ക്യാമ്പസിനകത്ത് നമ്മൾ 20 ഏക്കർ കൃഷിഭൂമിയുണ്ട്. ചൊരി മണലാണ്. ഇപ്പോൾ നമ്മൾ മരിയൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നമുക്ക് ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. ഇതിൽ ഒരു 6 ഏക്കറാണ് ഞങ്ങളൊരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ്. കാര്യം നോർമലി കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ ആരും വന്ന് വിസിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈവിധ്യമായ ഫ്ലവേഴ്സ് ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രധാന ആകർഷണം സൂര്യകാന്തിയാണ്. ഞങ്ങൾ സൂര്യകാന്തി ഏകദേശം 2.5 ഏക്കറോളം സൂര്യകാന്തി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മേരി ഗോൾഡ്, ചെണ്ടുമല്ലി 3 കളറുണ്ട്. യെല്ലോ, ഓറഞ്ച്, വെള്ള. അതുപോലെ തന്നെ മേരി ഗോൾഡ് ചെറിയ ഡാർക്ക് വെറൈറ്റി ഉണ്ട്. അതും നമ്മൾ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ സൊലൂഷൻ എന്ന് പറയും, കോഴിപ്പൂ എന്ന് പറയും. അത് ഞങ്ങൾ 4 കളർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു പാടം എന്ന് പറയുന്നത് നമ്മുടെ പഴയുള്ള ജലചക്രം എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് റിയലായിട്ട് ജലചക്രം നമ്മൾ ഒരു കണ്ടത്തിൽ നിന്ന് അടുത്ത കണ്ടത്തിലേക്ക് വെള്ളം പോകുന്ന രീതിയിൽ ജലചക്രം ഒരുക്കിയിട്ട് 2 ജലചക്രമുണ്ട്. അതുപോലെ നമ്മുടെ മെഷീൻസ് നമ്മുടെ ഫാം 90% മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ട്രാക്ടേഴ്സും ടില്ലേഴ്സ് അതിൻ്റെ എല്ലാ മോഡൽ ബെഡ് മേക്കർ, ബൺ ഫോമർ, കൾട്ടിവേറ്റർ, ഓട്ടോവേറ്റർ എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് അനിമൽ ഹസ്ബൻഡറി, നമ്മുടെ കുറച്ച് കോഴി, താറാവ്, ആട്, ഇതിനെല്ലാം കുറച്ച് കാര്യം പുതുതലമുറയ്ക്കെല്ലാം എക്സ്പീരിയൻസ് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ആരവത്തിന് പ്രത്യേകത ഞങ്ങൾ കുറച്ചുകൂടി പ്രൊഫഷണലി ഞങ്ങൾ കൃഷി അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ടീമിൽ BSc അഗ്രി ഗ്രാജുവേറ്റ് ഉണ്ട്. ഡിപ്ലോമ ഹോൾഡേഴ്സ് ഞങ്ങൾ വെള്ളാനി കാർഷിക കോളേജിൽ പോയിട്ട് അഗ്രി ഗ്രാജുവേഷൻ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ ഹോൾഡേഴ്സിനെ. പിന്നെ VHSC അഗ്രികൾച്ചറും ITI കഴിഞ്ഞ ITI ഞങ്ങൾ ഈ പ്ലംബിംഗ് വർക്കിന് വേണ്ടി ITI കഴിഞ്ഞ ഒരാളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾ കൃഷിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീം മെമ്പേഴ്സായിട്ട് വർക്കേഴ്സായിട്ട് ഏകദേശം 10-15 പേരുണ്ട്. പിന്നെ മാനേജർ, സൂപ്പർവൈസർ, അങ്ങനെ അത്യാവശ്യം ഞങ്ങളൊരു പ്രൊഫഷണൽ വേയിൽ ഞങ്ങൾ കൃഷി അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പം ആ രീതിയിലാണ് നമ്മളിവിടെ ആരവം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 12-ാം തീയതി മുതൽ ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 5 വരെ ആണ് പ്രവേശനമുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമ്മൾ ഊഞ്ഞാൽ ഒരുക്കിയിട്ടുണ്ട്, ചെറിയ ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലിക്ക് വന്ന് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടെന്നാണ് ഞങ്ങളൊരു വിശ്വാസം. ഇതുവരെയുള്ള ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് നമ്മൾ അഡൽട്ടിന് 50 രൂപയും ചിൽഡ്രൻസിന് നമ്മൾ 30 രൂപയാണ് വച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഫാമിലിയായിട്ട് വരിക. ഈ ഓണം നമുക്കിവിടെ കാര്യം തുന്തരമ്പടി വരുമ്പോൾ നമുക്ക് 3-6 മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ട്രിവാൻഡ്രത്തുകാർക്ക്. പിന്നെ നമുക്ക് എനർജീസ് എല്ലാം സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ട്. ഞങ്ങൾ അത്യാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസം.
നിങ്ങൾ വരിക. അതുപോലെ ഞങ്ങൾ ഈ സൺഫ്ലവേഴ്സ് ഞങ്ങൾ ഓയിലാക്കുവാണ്. കഴിഞ്ഞ ആരംഭത്തിന് ഞങ്ങൾ ചെയ്ത സൺഫ്ലവർ സീഡെല്ലാം എടുത്ത് ഞങ്ങൾ ഓയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ടി സിദ്ദീഖ് അവർകൾ അത് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് തന്നെ ഓയിൽ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഞങ്ങൾ ഓയിലാക്കുവാണ്. അപ്പോൾ അതിനെ പഠിക്കാനായിട്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ സീഡ് റിസർച്ച് സെൻറ്റർ ഹൈദരാബാദ് ഉണ്ട്. കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൂര്യകാന്തി എണ്ണ നമ്മളിനി സ്ഥിരമായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കാരണം നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓയിലായിട്ട് നമ്മൾ സൂര്യകാന്തി എണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ 30,000 പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30,000 മേലെ ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ട്രിവാൻഡ്രം ജില്ലാ കളക്ടർ പോലും റീൽസ് കണ്ടു വന്നു. ഇപ്പോഴും റീൽസ് ട്രെൻഡിങ് ആണ് ട്രിവാൻഡ്രത്ത്. ഇൻസ്റ്റയിലെല്ലാം ആരവത്തിൻ്റെ റീൽസ് നന്നായിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോഗോ കാണുമ്പോൾ നമ്മുടെ പുതിയ ലോഗോ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. നമ്മുടെ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് നാടൻ എന്ന് എഴുതിയിരിക്കുന്ന എ എന്ന് പറയുന്ന 2 ആളുടെ രൂപമാണ്. അപ്പോൾ അതിൽ ഒന്ന് ഞാനും എൻ്റെ മോനുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഞങ്ങൾ പുതുതലമുറ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പുതിയ അഗ്രിപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അഗ്രിപ്രണറാണ്. അപ്പോൾ പുതുതലമുറ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടെ ആ ലോഗോയ്ക്കുണ്ട്. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ 30,000+ ഞങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്കറിയില്ല. ജനങ്ങളുടെ റെസ്പോൺസ് നമ്മുടെ കയ്യിലൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രതീക്ഷയുണ്ട്, നോക്കാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും വരിക. ഈ ചെറിയ കർഷകൻ്റെ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഈ ഓണം വിരുന്ന് നിങ്ങൾ എൻജോയ് എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.